യൂട്യൂബ് നോക്കി ചാക്യാർകൂത്ത് പഠിച്ച് തുടർച്ചയായി 2 കലോത്സവങ്ങളിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ കോഴിക്കോട്ടെ സഞ്ജയ് എന്ന മിടുക്കനെ പരിചയപ്പെടാം. സ്കൂളിന് കപ്പ് നഷ്ടമാകാതിരിക്കാനായിരുന്നു സഞ്ജയുടെ ഈ സാഹസം. അത് ശല്യര് കണ്ടാൽ തന്നെ അറിയാം ഒരു ശല്യാണെന്നില്ലേ. ബാക്കിയുള്ളവർക്കൊക്കെ ശല്യമായി എന്നല്ലാതെ അദ്ദേഹത്തിനും മത്സരത്തിൽ ജയിക്കാൻ സാധിക്കണ്ടായില്ല. കലോത്സവം കസറുകയാണ് കൊല്ലത്ത്. യൂട്യൂബിൽ പഠിച്ച് കലോത്സവത്തിനെത്തി അവിടെ എ ഗ്രേഡ് നേടിയ ഒരു മിടുമിടുക്കൻ ചാക്യാരാണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. എൻ്റെ പേര് സഞ്ജയ് സന്തോഷ്. ഞാൻ എളൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളാണ്. +1 വിദ്യാർത്ഥിയാണ്. പക്ഷേ ഈ ചാക്യാർ ഒരല്പം വൈറലുമാണ്, വ്യത്യസ്തനുമാണ് അല്ലേ? എങ്ങനെയാണ് വൈറലായത്, എങ്ങനെയാണ് വ്യത്യസ്തനായത് എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അതിനു മുൻപേ ചാക്യാർക്ക് ആദ്യം ഒരു കൈ ഇരിക്കട്ടെ അല്ലേ? എ ഗ്രേഡ് നേടി ഇത്തവണയും, കോഴിക്കോട് നേടി, ഇത്തവണ വീണ്ടും എ ഗ്രേഡ് നേടുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാമല്ലേ? ഞാൻ കഴിഞ്ഞ വർഷമാണ് ചാക്യാർകൂത്ത് ആദ്യമായിട്ട് കാണുകയും അതുപോലെ തന്നെ ആദ്യമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ MJ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് കലോത്സവത്തിൽ സബ് ജില്ലയിൽ കപ്പടിക്കാറ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഐറ്റം കയറ്റിയില്ലെങ്കിൽ നമുക്ക് കപ്പ് നഷ്ടപ്പെടും. അപ്പോൾ എന്നോട് ചാക്യാർകൂത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്ക് മുമ്പ് പാഠകം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ചാക്യാർകൂത്ത് ഹാസ്യരസമാണ്, പാഠകം ഭക്തിരസമാണ്. അത്ര വ്യത്യാസമുള്ളൂ. ഈ ഭാഷാ ശൈലിയൊക്കെ അത് നേരിട്ട് തന്നെയാണ്. അപ്പോൾ എന്നോട് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചാക്യാർകൂത്ത് നമുക്ക് ഏത് രസവും പോകും അല്ലേ? യൂട്യൂബ് നോക്കി കംപ്ലീറ്റ്ലി യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഗുരു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിൽ എന്തോ കോൺഫിഡൻറ്റോടെ, കാരണം സ്കൂളാണ് മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. സ്കൂൾ സാമ്പത്തിക സഹായം നൽകുമ്പോൾ അതൊരിക്കലും ഞാൻ വെറുതെ ആക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു വാശിയിലും കോൺഫിഡൻസിലും ഞാൻ കളിച്ചു. ഇത് മഗധ രാജാവ് ജരാസന്ധൻ പാഞ്ചാലി എന്ന് മോഹിച്ച് ഇങ്ങോട്ട് ചാടി പുറപ്പെട്ടതല്ലേ. വയസ്സ് കാലത്ത് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞേക്കണു കേട്ടോ. എന്നാലും കന്യകയുള്ള മോഹം കൊണ്ട് ഇങ്ങോട്ട് ചാടി പുറപ്പെട്ടതാ. എന്നിട്ടിപ്പോൾ എന്തായി? വില്ലെടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, വായല പല്ലൊക്കെ പോവുകയും ചെയ്തു. അബദ്ധമായിട്ടിരിക്കുന്ന കണ്ടില്ലേ? അത് ചേതി രാജാവ് ശിശുപാലൻ, മഹാകേമന, തനിക്ക് തന്നെയാ പാഞ്ചാലി എന്നുള്ള ഗർവോട് കൂടി ചാടി പുറപ്പെട്ടതാ. എന്നിട്ടിപ്പോൾ എന്തായി? വില്ലെടുക്കാൻ പറ്റാതെ അബദ്ധമായിട്ടിരിക്കുന്ന കണ്ടില്ലേ?